റോംഗ്ലിയിലെ സുന്ദരമായൊരു പ്രഭാതം. ഇങ്ങ് ഹിമാലയൻ മലനിരകളിൽ ഇൻഡോ ചൈന അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു പട്ടണം. മേഘങ്ങൾക്കിടയിൽ വീട് കെട്ടി താമസിക്കുന്നവരുടെ ഇടം എന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സുന്ദര ഇടത്തെ പറയാം. കാടും മലയും കോരിച്ചൊരിയുന്ന മഴയും താണ്ടി കഴിഞ്ഞ ദിവസമാണ് മണ്ണിടിച്ചിലുകളെയും അതിജീവിച്ച് നമ്മൾ ഈ സുന്ദര ഇടത്തേക്ക് എത്തിച്ചേർന്നത്. റോംഗ്ലിയിൽ നിന്ന് വിട്ട് വീണ്ടും ചൈനീസ് അതിർത്തിയിലേക്ക് മല കയറി തുടങ്ങിയപ്പോഴാണ് പോലീസ് നമ്മളെ തടഞ്ഞത്. ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് വേണം. അതിനായി ഒരു ദിവസത്തെ സമയമെടുക്കും. പെർമിറ്റിന് വേണ്ട പേപ്പറുകൾ ഏൽപ്പിച്ച് നമ്മൾ വീണ്ടും മറ്റൊരു വശത്തേക്ക് മല കയറി തുടങ്ങി. റോംഗ്ലിയുടെ സുന്ദരമായ പ്രദേശങ്ങൾ കാണാൻ, മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ചില തടാകങ്ങളൊക്കെ കാണാൻ അവിടെ വെച്ചാണ് ആയുഷിനെ നമുക്ക് കിട്ടിയത്. ബസന്തി എന്ന അവൻ്റെ വണ്ടിയും എൻ്റെ മീനുക്കുട്ടിയും അവിടെ വെച്ച് പരിചയത്തിലായി. രാത്രി മുഴുവൻ ഞങ്ങൾ റോംഗ്ലിയിലെ ബസാറുകളുടെ കാഴ്ചകളിലേക്ക് പോയി. തിരികെ താമസത്തിന് ഹോം സ്റ്റേയിലേക്ക് വന്ന എന്നെ കാത്തിരുന്നത് ഒരു പ്രത്യേകതരം വിഭവമായിരുന്നു. ചൊറിയണയുടെ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു കറി. ആവേശത്തിൽ ആദ്യം കണ്ട ചൊറിയണപ്പൂവ് പച്ചയ്ക്ക് പറിച്ചു തിന്ന എൻ്റെ വാ ചൊറിഞ്ഞിരിക്കുമ്പോഴാണ് അതുകൊണ്ടുണ്ടാക്കിയ കറി എനിക്ക് മുമ്പിലേക്ക് വന്നത്. പക്ഷേ കറി ആൾ കുഴപ്പക്കാരനായിരുന്നില്ല. അതിഗംഭീരമായ ടേസ്റ്റുള്ള ഒരു വിഭവം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ പെർമിറ്റ് റെഡി ആയിട്ടുണ്ട്. അതിനു മുമ്പായി ആയുഷിൻ്റെ വീട്ടിലേക്ക്, അവൻ്റെ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോകണം. ചലേ ദിഖാവോ ആപ്കാ ഘർ. എന്നെ ഉണ്ടല്ലോ കുറേ ആയിട്ട് ആയുഷ് വിളിക്കുകയാണ് വീട്ടിൽ വാ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവൻ്റെ അടുത്ത് വന്ന് ഇവൻ്റെ വീട് പോയി കണ്ടതിന് ശേഷം ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ये आपका कहती है आप पूरा ഡിഫൻസ് കായ. ഓ, ഇത് ഡിഫൻസ് ലാൻഡാണ് കേട്ടോ. ആയുഷിനെ ഞാൻ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഓൾഡ് എയർപോർട്ട് കോൺസ സൈഡ് പേ ഓ സൈഡ് പേനാ ആ ഒരു ഭാഗത്താണ് സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ട് എന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് എയർപോർട്ട്. പക്ഷെ ഇപ്പം ഫുള്ള് മൂടൽമഞ്ഞ. ഇതെല്ലാം ഇവരുടെ വീടിൻ്റെ വളപ്പാണ്. ഇവിടെ ഇവർക്കുണ്ടല്ലോ മറ്റേ നമ്മുടെ കോഴിക്കൃഷിയുണ്ട്. മുറുകായേ കമ്മാണ്. ഓക്കെ, ഇവരാണ് ഇവിടെ ഈ ഒരു ചിക്കൻ്റെ സപ്ലൈ ചെയ്യുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇവരുടെ വീടുകൾ തുടങ്ങുകയാണ്. ഹായ്, കടി കിട്ടുമോ ദൈവമേ. दादी नमस्ते. हाँ दादी है ना वो सॉन्ग में, हाँ वो सुना मैं. नाचना गाना तो एकदम अच्छे है. एकदम अच्छा. नाचना गाना एकदम अच्छा, बढ़िया. बुढ़ी होगा क्या करना है? बुढ़ी नहीं होगा. देखने के वो 30 उम्र 30 है, इसका ज़्यादा नहीं है. बैठे. हाँ बैठेगा. 76. अच्छा, उधर भी है छोटा. हाँ, ചെറിയ കോഴിക്കുഞ്ഞ് ഇവിടെയുണ്ട്. ആ ഹാ 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 ഇവരുടെ കോഴി ഫാമിലെ കുഞ്ഞു കുട്ടി കോഴികളാണ് കേട്ടോ. ഇതർ ചിക്കൻ കിतना है वो केजी? 250. ഓക്കെ, 250 കേട്ടോ. 250 രൂപ. നാട്ടിൽ എത്രയുണ്ട്? ഞാൻ വരുമ്പോൾ 190 എത്രയായിരുന്നു. നാം ക്യാ ഹൈ? ജൂലി. എല്ലാം ഇവിടുത്തെ അംഗങ്ങളാണ് കേട്ടോ. ഓ, വിളി കേട്ടു. തോടെ ജാക്കെ ഗാവ് ദേക്കെ ആയേഗാ. ठीक. ഓക്കെ, ഇതാണ് കേട്ടോ ആയുഷിൻ്റെ അമ്മയെ. ഹായ് അമ്മ. मैं अभी खा के आ रहे, ब्रेकफास्ट कर दिया. मैं है ना ऊपर क्या है जो जुलूक जा रहे, बारिश का पहले जाने का कोशिश कर रहे. ठीक. ഓക്കെ, നമുക്ക് ഇവരുടെ ഗ്രാമത്തിലൂടെ ജസ്റ്റ് ഒന്ന് നടക്കാം. ഈ ഒരു ഭാഗത്ത് ആണ്ടോ മേലെ കൂടിയാണ് റോഡ് പോകുന്നത്. റോഡിന് താഴെ ഇങ്ങനെ മലനിര വരികയാണ്. അവിടെ തട്ടുതട്ടായിട്ടാണ് ഇവിടെ വീടുകളൊക്കെ ഉള്ളത് കേട്ടോ. ഇവരുടെ ഈ ഒരു ഗ്രാമം നിൽക്കുന്ന ഡിഫൻസിൻ്റെ ലാൻഡിലല്ല, അതിന് മേലോട്ടേക്കാണ് കേട്ടോ ഡിഫൻസിൻ്റെ ലാൻഡ് ഉള്ളത്. നിങ്ങൾക്കറിയാലോ ബോർഡർ റീജിയനാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഡിഫൻസ് ഏരിയകൾ ഉണ്ട്. ഓക്കെ, നമസ്തേ. കൈസേ ഭയ്യ? बढ़िया. वो ब्रेकफास्ट कर दिया? अच्छा. आप कहाँ से? मैं केरला से. हाँ, घूमने आया आपका गाँव. इसके साथ दोस्ती हो गया क्या? हाँ. ओके, मिलेंगे. നല്ല കുഞ്ഞു വീട്. ഓ, बहुत सुंदर है वो देखने के लिए. ये किचन है ना? किचन. हाँ, सुंदर. बालो मतलब बंगाली में अच्छा होगा. अच्छा. ओ बालो ഭാഷേ ഹേനാ. ആ വീട് കഴിഞ്ഞപാടെ തന്നെ ഇവരുടെ കൃഷിത്തോട്ടം, നമ്മളുടെ വഴുതന കാര്യങ്ങളൊക്കെ. ഓ എൻ്റെ പൊന്നെ, ഇവിടത്തെ ഉണ്ടല്ലോ വാഴയില നിങ്ങൾ നോക്കിയേ. ഓ ബടായേ ഇസ്കാ ലീഫ്
നല്ല വലിയ വാഴയിലയാണ് കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും വീടിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സിക്കിമിൽ ആ ചെറുതേന് ആ ഒരു തേനീച്ചേൻ്റെ കൂട് ഇങ്ങനെയാണ് മരത്തിന് പൊത്തു ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് തേനീച്ച കൂടുണ്ടാവുക. നിങ്ങൾ മുമ്പ് ഇതുപോലത്തെ കാഴ്ചകൾ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായിട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല. എന്താ അടുത്ത വീടിന് മുമ്പിലേക്ക് വന്നു കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ജോലിക്ക് പോയെന്ന് തോന്നുന്നു, വീടൊക്കെ അടച്ചിട്ടുള്ള. പക്ഷെ എല്ലാ വീടും നല്ല വൃത്തിയാണ്. വീടിൻ്റെ മുമ്പിലൊക്കെ ഇഷ്ടം പോലെ പൂവ് നട്ടുവെക്കുന്ന പരിപാടികളൊക്കെയാണ്. യെസ് ഓക്കെ. നമ്മളെ റോട്ടിൽ കൂടി പോകുമ്പോൾ ഈ ഗ്രാമങ്ങളൊന്നും കാണില്ല കേട്ടോ. ശരിക്കും ആ ഒരു അതിലേ അങ്ങ് പാസ് ചെയ്ത് പോവുള്ളൂ. പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ അത്യാവശ്യം കിतना घर है इधर गाँव में होगा 20 का ऊपर है ना 20 का 20 മേലെ വീടുകളുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ കുറേ വീടുകൾ കണ്ടു. ഇത് അവിടെ എല്ലാം ആയിട്ട് കുറേ വീടുകളുണ്ട്. നമുക്ക് കൂട്ടായിട്ട് എന്താ ജൂലിയാനാ ജൂലി നെയ്യേ ദൂസരേ ആ വേറെ കുറേ പട്ടികൾ നമുക്കിവിടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരേ വെള്ള കളറാ. ജൂലിക്ക ദോസ്തേ അച്ഛാ. അടുത്ത സുന്ദരമായിട്ടുള്ളൊരു വീടിൻ്റെ അവിടേക്ക് വന്നു. ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ആ ഒരു മേഘം മൂടി കാണുന്ന ആ ഒരു മല കണ്ടോ, ആ ഒരു മലനിരയുടെ അപ്പുറത്തെ സൈഡാണ് ഗാംഗ്ടോക്ക് വരുന്നത്. നദിലെ കൊൺസ സൈഡ് പേ ഉസ് സൈഡ് പേനാ ഇസ് സൈഡ് പേനാ. നമുക്ക് ആ ഒരു സൈഡൊക്കെ കയറണ്ട്. ആ ഫസ്റ്റ് ക്ലാസ് ഹേ. वो കളർ ബി ബഹുത് ബടിയ ഹേ, ഫൂൾ ബി ഹേ. എല്ലാം വീടിന് മുമ്പിൽ കൂടി മുറ്റത്തൂടെ കേട്ടോ ഞങ്ങൾ കയറി വരുന്നത്. അച്ഛാ നമസ്തേ. नमस्ते. हमारा इधर सर इनका बेटा केरला में काम करता है. अच्छा കേരള में है हाँ. ഓ കേരളത്തിലാണ് കേട്ടോ ഇതിൻ്റെ കൊച്ചു വർക്ക് ചെയ്യുന്നത്. കേരള में किधर है मालूम है क्या नहीं मालूम. ഓക്കെ ശരി. സിക്കിമിൽ നിന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. മെയിൻലി वो മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മേക്കപ്പ് ആയ मेरा फूफू तो मेकअप आर्टिस्ट है बट इनका हॉस्टल में हाँ वो कुक है. കുക്ക് ഓക്കെ. ഈ മേക്കപ്പിൻ്റെ മേഖലയിലുണ്ടല്ലോ ഈ മെയിനായിട്ട് നമ്മളുടെ ബ്യൂട്ടി പാർലറുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും കൂലി കൂടുതലാണെന്നാണ് ഇവരും പറയാറുള്ളത്. മഴ പെയ്തിട്ടേ കാടൊക്കെ ഇത് വഴി തന്നെയാണ്, പക്ഷേങ്കിൽ കാട് അങ്ങോട്ട് നല്ല രീതിക്ക് കയറിയിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു വഴിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഈ കാണുന്നത് ഇവിടെ നേപ്പാളി ഭാഷയിൽ നേപ്പാട എന്ന് പറയുന്ന നേപ്പാട. ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇതിനൊരു പേരുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. കറക്റ്റ് എല്ലാ ആവശ്യം വരുമ്പോൾ എല്ലാ സാധനത്തിൻ്റെ പേര് മറന്നു പോവുക. തേമേ പ്രായം അതിൻ്റെയാന്ന് തോന്നുന്നു. മേലെ റോട്ടിൽ നിന്നുണ്ടല്ലോ എന്താ ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടും ഇവരിങ്ങനെ കല്ലുകൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത നടപ്പാതകളുണ്ട്. അതുകൂടാതെ ഈ വെള്ളം കണ്ടോ നിങ്ങൾ, ആ റോട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളം കറക്റ്റ് ചാല് കീറി ഈ ഒരു സൈഡിൽ താഴോട്ടേക്ക് വിടുകയാണ്. ശരിക്കും നമ്മൾ ജംഗു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് അസഫിക്കാൻ്റെ ബ്ലോഗിലാണ് കൂടുതലും പരിചയപ്പെടുത്തിയത്. പുള്ളിക്കാരൻ ഇതുപോലുള്ള ഒരു ഗ്രാമത്തിൽ ഇതുപോലുള്ള എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള പല ക്രോസുള്ള ചെറിയ ചെറിയ അരിവുകളുടെയും കുറുകെയായിട്ട് സ്വന്തം ചിലവിൽ പാലമൊക്കെ നിർമ്മിച്ച് ആളുകൾക്ക് നടന്നു പോകാൻ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നടന്നു പോകാൻ വഴിയൊക്കെ ഉണ്ടാക്കി. അതുപോലെ ഒരു 3-4 ഗ്രാമങ്ങൾ, അതായത് ഒരു പഞ്ചായത്ത് മുഴുവൻ സ്വന്തം പോലെ കൊണ്ടു നടക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പറ്റി, അതിനെപ്പറ്റി സ്പെഷ്യൽ ഒരു വീഡിയോ നമ്മുടെ അഷ്റഫ്ക്കയുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ പുള്ളിനെ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഞാൻ ഇന്ത്യ യാത്രയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിതാ അടുത്ത സ്ഥലത്തേക്ക് വന്നു. കട്ടേക കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന്, അതുകൊണ്ട് കടിക്കില്ലായിരിക്കും. ആ അടുത്ത വീട്. ഇവനെല്ലാ വീട്ടിലും കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമസ്തേ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇവരുടെ വീടുകളുടെ അടുക്കള കിച്ചൺ വന്നിട്ട് സെപ്പറേറ്റ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ ആ ഒരു കിച്ചൻ്റെ പോർഷനാണ്. ആ കിച്ചൺ എന്നുള്ള ആ ഒരു കിളിവാതിൽ തുറക്കുന്നുണ്ടോ ഈ ഒരു താഴ്വരയിലേക്കാണ്. നല്ല വ്യൂ ആയിരിക്കും. നൈസ് അല്ലേ. നമ്മളവിടെ നിന്ന് ഇതാ വീണ്ടും മുമ്പോട്ടേക്ക് കിടക്കുകയാണ്. വീണ്ടും ഒരു നിളയല്ലല്ലോ നള, അത് ക്രോസ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് ഇപ്പം നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, കാരണം നല്ല രീതിക്ക് വഴുക്കലുണ്ട്. അന്നേരം വഴുകി വീഴാനുള്ള ചാൻസ് ഉണ്ട്, കാരണം മഴ കഴിയുന്നതല്ലേ ഉള്ളൂ. അതിൻ്റേതായ ഇരുത്തുണ്ട്. ഇത് ഈ ഒരു ഗ്രാമത്തിലെ അമ്പലമാണ് കേട്ടോ. പുതിയതായിട്ട് അവർ പണിത് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു भी होम स्टे है नहीं है ना? मेरा ही घर में होम स्टे. हाँ अच्छा. अभी 1 साल में मैं होम स्टे कंप्लीट करूँगा. हाँ कंप्लीट कर लो. वो ഇവൻ്റെ നാട്ടിൽ ഹോം സ്റ്റേയും പണിയും എന്നാണ് കേട്ടോ പറയുന്നത്. अभी मेरे पास ये है ना बहुत अच्छा जगह है. इधर आप बनेगा तो लोग आएगा देखने के लिए भी बहुत अच्छा है. കാരണം നമുക്ക് വന്ന് ഇവരുടെ ഗ്രാമമൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആയുഷിനെ പോലെ ഒരാൾ ചുറ്റി കാണിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ ഇന്ന് ആ ഒരു മല കയറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജുലൂക്ക് ആ ഒരു റീജിയൻ കയറണം. ഞാൻ നേരത്തെ അമ്മൂമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാസ്സൊക്കെ നമുക്ക് റെഡിയായി. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഇന്നും നാളെയും കൂടി പെർമിറ്റുള്ളൂ. അപ്പോൾ
ഇന്ന് എന്തായാലും ജുലൂക്ക് കയറിയേ പറ്റൂ. അല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് കുറേയും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുള്ളായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആയുഷിനെ പരിചയപ്പെട്ടത്. ഞാൻ പാസിനൊക്കെ അപ്ലൈ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. सिक्किम आना चाहता है मुझसे कांटेक्ट कर सकता हाँ कॉन्टैक्ट बिल्कुल इस साइड पे आना है. मैं आपको नंबर दूंगा. ആ आपका ഇവൻ്റെ ഉണ്ടല്ലോ ഇൻസ്റ്റാ ഐ ഡി, ആയുഷിൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒരു സൈഡ് ജുലൂക്ക് സൈഡ് വരുന്ന ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടെ ഇവനുണ്ടാവും. पैकेज बना के आपको दूंगा. मेरा एक टूर एंड ट्रैवल भी है, ठीक है. आप लोगों को पूरा पैकेज बना के आपको दूंगा. सिक्किम एक्सप्लोर करो, मजा से घूमो. ആ ചലേ ബാ. इधर ആ അടുത്ത സ്ഥലം. ഓ ഏ ബി സുന്ദർ ബഹുത് സുന്ദർ. ഇവിടുത്തെ വീടുകളെല്ലാം പ്രത്യേകിച്ച് നല്ല കളറൊക്കെ ചെയ്തിട്ടുണ്ട്. നമസ്തേ, ഹൗ ആർ यू? फाइन. आपका घर है ना, वो देखने के लिए बहुत सुंदर है. इसका पेंटिंग भी अलग दिख रहे हैं. पेंटिंग अलग है, कलर इधर पूरा घर का बिल्डिंग तो बसने का किस्मत नहीं है. ना. यही है ट्रेडिशन, ऐसा ही रखो, चेंज मत कर लो. അവരുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റൂഫ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ऊपर भी पहले बैठता था. പറ്റത്താ ब्लॉगर അല്ലേ? എല്ലാ വീട്ടിലും കയറി ചെല്ലുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടെ ആ നാട്ടിൽ ഒരാളുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതാണ് ഏറ്റവും വലിയ ഗുണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഭയങ്കര ഈസിലി പെട്ടെന്നുള്ളൊരു ആക്സസ് കിട്ടും ആ ഒരു നാട്ടിൽ കയറി ചെല്ലാനും അവിടുത്തെ ആളുകളോട് ഇടപെടാനും. കാരണം അവർക്ക് അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടല്ലോ. അവർക്കെല്ലാവർക്കും കൃഷിയിടങ്ങളുള്ളതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പശുക്കളുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഇതുപോലെ പശു തൊഴുത്തുകളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഞങ്ങൾ തിരിച്ച് ആയുഷിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ഉണ്ടല്ലോ ശരിക്കും ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ആയുഷ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഇതുണ്ട്, ഇതുവരെ ആ ഒരു ഹാളാണ്. അപ്പോൾ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഷെയറിംഗ് ബേസിലൊക്കെ താമസിക്കേണ്ട ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാം. അതുകൂടാതെ റൂം, ഈ ഒരു റൂം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവൻ കൊടുക്കാറുണ്ട്. കൂടെ കൊണ്ടുവന്ന് കാണിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെയും റൂംസ് ഉണ്ട്, അതായത് വീട്ടിൽ ആയുഷിൻ്റെ കൂടെ താമസിക്കാം. ആപ്കാ ഘർ മേ ആപ്കാ സാത്ത് रख सकता है. अभी क्योंकि कंप्लीट नहीं हुआ, ऊपर में भी कंप्लीट कर. हाँ ये अभी बना है सिर्फ. अच्छा, अभी कोई नेक्स्ट टाइम बनाओ. नेक्स्ट टाइम में नेक्स्ट ईयर में आने का उस टाइम पे बड़ा होम स्टे बनाओ. हाँ 10 में रेडी होगा ये घर पूरा ऊपर वाला में. और कैंपिंग सब चीज होगा, फर्स्ट क्लास होगा. आप लोग आ सकते हो, मेरा नंबर ले सकते हो. हाँ लेगा. उस दिन पे वो केरला का थोड़ा दोस्त लोग आया था ना, वो कौन सा दिखा वो इंस्टा? വളരെ ആകസ്മികമായി എത്തിപ്പെട്ട ഒരു സ്ഥലം. രാത്രി ടെന്റ് അടിക്കാൻ ഒരു സ്പോട്ട് കിട്ടാതെ എവിടെ പോകുന്ന ആലോചിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ആയുഷിനെ കാണുന്നതും അവൻ ഞങ്ങളെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും. വന്നുടനെ തന്നെ ചായയും ഇറങ്ങിയത്. സ്വന്തം ബന്ധുക്കളെ പോലും ഞാൻ വിശ്വസിക്കാതെ പറഞ്ഞില്ലായിരുന്നോ ഞാനീ പാടുന്ന ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു, പാഷനേറ്റ് ട്രാവലർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവർ വന്നപ്പോൾ അവരുടെ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെയാണ് താമസിച്ചത്. അപ്പം എന്നെ വന്നോണ്ട് ആ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വളർന്നു വരുന്ന പയ്യനാ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിതാ ഇവിടെ വന്നു. ഇത് നാനിയുടെ കൂടെ വർത്താനം പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. സുബഹനാ फ्राइड राइस खा के आ रहे. फ्राइड राइस और मोमो फ्राइड राइस इधर रखो, मोमो उधर रखे. ഇതുണ്ട്, എനിക്ക് മോമോ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചിട്ട് പോയാൽ മതി. मैं है ना फुल खाने का मेरे को मम्मा मैं है ना अभी नेपाली को क्या है, उल्टा है, दूसरा कुछ नहीं है. हो मैं अभी फ्राइड राइस खा के आ रही, इसलिए पूरा फुल हो गया. मैं दो तीन करो. हाँ 2-3 पीस कर. ओके, भी से आपकी है ना वो खाना भी सुना. अच्छा से अच्छा है. हाँ गई थी हम लोग. गीत है ना, ये गाउनु हो, नेपाली गीत समाज में नहीं आएगा क्या? वो मेरे को समझ में आएगा. हेलो, तपाईँ केरेला कहाँ बस्छौ? केरेला सानोमा सानो बहिनी कुसुमेरोमा दोबीले दोही छैन, सुन बहिनी निर्माया. बिरानो देशमा नि बहिनी मामरे बानी, रोइदिने कोही छैन, सुन बहिनी निर्माया. अच्छा है, बहुत सुंदर है. सर इधर बात. बहुत शुक्रिया.
അവരോട് ബൈ പറഞ്ഞ് ഞാനിനിയിപ്പോൾ നേരെ നമ്മുടെ റോംഗ്ലി ടൗണിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും എന്നെ വിളിച്ചു, നിങ്ങളുടെ പാസ് റെഡി ആയിട്ടുണ്ട്, മഴയ്ക്ക് മുമ്പ് മല കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാ എല്ലാവരും മല കയറാൻ തയ്യാറായിക്കോ. മേലെ അത്യാവശ്യം തണുപ്പുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ വന്നു, നമ്മളുടെ പെർമിറ്റൊക്കെ സെറ്റാക്കി റെഡിയാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഫിർ മിലേങ്കെ. ഓക്കെ, ഇനിയിപ്പോൾ വാ, നമ്മളോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല, നമുക്ക് ധൈര്യമായിട്ട് മേലെ മല കയറാം. കാരണം എല്ലാ പേപ്പറും നമുക്ക് സെറ്റാണ്, റെഡിയാണ്. ഓക്കെ ഭയ്യ, ബൈ ബൈ. ഓ താങ്ക് യു. ആ പയ്യ ഞാനും തമ്മിൽ ഇപ്പോൾ ഉണ്ടായൊരു ബന്ധമാണ് കേട്ടോ. ഞാൻ വണ്ടി അവിടെ നിർത്തി ഇപ്പോൾ പുറകോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പാടെ ചോദ്യം പറച്ചിലൊന്നുമില്ല, പുള്ളിക്കാരൻ വന്ന് വലിച്ച് വണ്ടി സെറ്റാക്കി തന്നു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, സിക്കിമിലെ ആളുകളൊക്കെ ഭയങ്കര നൈസാണ്. ഇവർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അത്രയും നല്ല ആളുകളാണ്. നയ്യേ ഓ ക്യാ കരൂ? ഓ മൈ ഗോഡ്, लाइट आएगा नहीं आएगा? नीचे जा रहा है ऊपर. मैं ऊपर जा रहा. അവിടെ നിന്ന് പെർമിറ്റും വാങ്ങി മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മളുടെ വണ്ടിയിൽ പെട്രോൾ 3 കട്ടയാണുള്ളത്. കുറച്ചും കൂടി ഫുൾ അടിച്ച് വെച്ചേക്കാം. ഇനിയിപ്പോൾ എവിടെയാണ് പമ്പ് കിട്ടുക എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പക്ഷേങ്കിൽ ഞാൻ തിരിച്ചിതാ പെട്രോൾ പമ്പിൽ എത്തിയതിന് ശേഷം ഇവിടെ കറണ്ടില്ല. കറണ്ട് ഇനിയിപ്പോൾ എപ്പോൾ വരും എന്നുള്ളതും ഇവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മഴക്കാർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഴ താഴെ പെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് മേലെ കയറണം, ഇല്ലെങ്കിൽ റോഡെങ്ങാനും ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതും പണിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് റിസ്ക് എടുക്കാം. 3 കട്ട മീനുകുട്ടി നമ്മളെ കാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ 3 കട്ട വെച്ചിട്ട് ഞാൻ കയറി തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ റോഡല്ലേ, വണ്ടികൾ ഓടുന്ന വഴിയല്ലേ, എവിടെയെങ്കിലും പെട്രോൾ തീർന്ന് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയേ. നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് എത്രാമത്തെ തവണയാണ് കാണുന്നത്? 4ാമത്തെ 5ാമത്തെ തവണയാണ് കാണുന്നത്. ഓ മൈ ഗോഡ്. വീണ്ടും ടൗൺ പാസ് ചെയ്ത് ഞാൻ ഇതാ മുകളിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ താഴെ പോയിട്ടാണ് പമ്പ് അന്വേഷിച്ച് അവിടെ എത്തി. അവിടെ പെട്രോൾ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ തിരിച്ചു വരുന്നത്. ഈ ഒരു ഭാഗത്ത് കിടന്നിട്ടുണ്ടല്ലോ, കുറച്ചധികം നേരമായിട്ട് ഞാനിങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ട്. എന്നെ മേലോട്ട് കയറ്റി വിടാതെ എന്തൊക്കെയോ ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ മേ ബി മേളത്തെ റോഡ് എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടായിരിക്കും, ആ ഒരു ടൈമിന് വേണ്ടിയായിരിക്കണം. ഇനി മുകളിലേക്ക് കയറുന്നതിന് നമ്മളെ കാത്തിരിക്കുന്നത് പൂക്കാലമാണ് എന്നത് സൂചന നൽകിക്കൊണ്ട് ഇതുണ്ട്. ഇവിടെ മരങ്ങളൊക്കെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഏതോ ചുവന്ന കളറിലുള്ള നല്ല കിടിലം പൂവേ. അതുകൂടാതെ ഉണ്ടല്ലോ, മുകളിലേക്ക് നമ്മളെ കാത്തിരിക്കുന്നത് മൂടൽ മഞ്ഞ് കൂടിയാണെന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് ഇതാ മലമുകളിൽ മൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊരു പ്രത്യേക വൈബാണേ. നമ്മൾ വീണ്ടും നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. മഴയും പോയി ഇടിഞ്ഞു തുടങ്ങി കേട്ടോ. ഓക്കെ സാർ, ഫിർ മിലേങ്കെ. താങ്ക് യു. ഓ അങ്ങനെ ഞാനിതാ ഇവിടെ നമ്മളുടെ പെർമിറ്റൊക്കെ കൊടുത്തു സെറ്റാക്കി. അവിടെ നിന്ന് ഒരു കോപ്പി ഇവിടെ വാങ്ങി വെക്കുക. അത് ഓൺലൈനായിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഇനി ശേഷം ധീരെ ചെലക. അപ്പോൾ മല കയറി തുടങ്ങാം. ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവിടം വരെ വന്നിട്ടാണ് ഞാൻ തിരിച്ചു പോയത്, നിങ്ങൾ ഓർക്കുന്നില്ലേ? പക്ഷേ നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് തിരിച്ച് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആരാംസെ മേലോട്ടേക്ക് കയറാം. വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് പതുക്കെ പോയാൽ മതി. ഓക്കെ, 2 ദിവസത്തേക്ക് നമുക്ക് പെർമിറ്റുള്ളൂ. എൻ്റെ പൊന്നു മഴയെ നീ ഇപ്പം പെയ്യല്ലേ പ്ലീസ്. ഞാനൊന്ന് മല കയറി കഴിഞ്ഞതിന് ശേഷം എത്ര വേണേലും നീ പെയ്തോ. മല കയറുമ്പോൾ മഴ പെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല, അതുകൊണ്ടാണ് മഴ പതുക്കെ വന്നു തുടങ്ങിയേ. നമുക്ക് പോകേണ്ട റോഡ് ഇതാ അങ്ങനെ നീണ്ട് കിടക്കുകയാണ് അങ്ങ് ദൂരെയായിട്ട്. ഈ ഒരു മല നമുക്കിനിയിപ്പം മുകളിലേക്ക് വലിഞ്ഞ് കയറാനുള്ളതാണ് കേട്ടോ. ആ ഒരു മലയെല്ലാം മൂടൽമഞ്ഞിൽ മൂടുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? അങ്ങ് ദൂരെയായിട്ട് ഇവിടെ ഒരു സ്ലൈഡിൻ്റെ ഒരു പാട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റോഡ് വെട്ടിയപ്പം സ്ലൈഡ് ആയതാണ് എന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു ഭാഗമേ. അതെ, റോഡ് ഇടിഞ്ഞു പോയതൊക്കെ തന്നെയാണ്. നമുക്ക് റോഡ് ഇടിഞ്ഞു പോയതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ റോഡ് ഇടിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതാ ഇവിടെ നിന്ന് കണ്ടു തുടങ്ങി. അങ്ങ് ദൂരെയായിട്ട് വലിയൊരു വെള്ളച്ചാട്ടം കൂടി കാണാതെ. ഇതാണ് നമ്മളുടെ വെള്ളച്ചാട്ടം. അങ്ങ് മേലെ ഭാഗത്ത് ഇതുണ്ടെങ്കിൽ പല തട്ടുകളായിട്ട് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ്. അതിങ്ങനെ തട്ടിൽ നിന്നും താഴെ വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് നിലത്തേക്ക് വരുന്നു. അതിൻ്റെ സൈഡിൽ കൂടി ഇതാ നടക്കാനായിട്ടൊരു തൂക്കുപാലമൊക്കെ കണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു തൂക്കുപാലമെല്ലാം ഉണ്ട് കേട്ടോ. കൊള്ളാലോ. സിക്കിമിൻ്റെ ഒന്നും അധികം വലിയ ടൂറിസം മാപ്പുകളിൽ ഇടം പിടിക്കാത്ത ഏരിയകൾ കേട്ടോ. നോർമലി വരുമ്പോൾ എല്ലാവരും ഗാങ്ടോക്കൊക്കെയാണ് പോവുക. ഈ വഴിയൊന്നും അധികം ആരും വരലില്ല. ഞാനിവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. കാരണം പതുക്കെ മഴ ഇങ്ങനെ ചാറി തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിലെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം പരമാവധി നമുക്ക് ഈ ഒരു റോഡ് ഒന്ന് കവർ ചെയ്യാം. ഇവിടെ നിന്ന് ജുലൂക്ക് വരെയുള്ള റോഡാണ് മോശം. അതിന് ശേഷം പിന്നെ റോഡുകൾ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാനിവിടെ ലോക്കലി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട് ഒരു അതും ഒരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം മീൻസ് ലാൻഡ് സ്ലൈഡായിട്ട് വെള്ളച്ചാട്ടമായിട്ട് രൂപം കൊണ്ടതാണ് കേട്ടോ.
നോക്കിക്കോട്ടെ. എനിക്ക് ലെഫ്റ്റിലോട്ട് അങ്ങനെ പെട്ടെന്ന് തിരിയാനൊന്നും പറ്റത്തില്ല. തിരിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ കൂടെ താഴെ പോകും. നമ്മളിപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഹൈറ്റ് കയറുന്നുണ്ട്. കാരണം ഓരോ റിങ് ആയിട്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്നത് റോഡ് ഇടിഞ്ഞു പോയതല്ല, ശരിക്കും റോഡിൻ്റെ വീതി കൂട്ടുന്ന ആ ഒരു ചടങ്ങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ഈ ഒരു അരുണാചൽ, അതുപോലെ തന്നെ ഈ ഒരു ഹിമാലയൻ മേഖലകളിൽ മണ്ണിടിച്ചിലിൻ്റെ വാർത്തകൾ നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെയൊക്കെ റോഡുകളുടെ വീതി കൂട്ടൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡുകളാണ് മെയിനായിട്ട് ഇടിയുന്നത്. നിങ്ങൾക്കറിയാലോ ഈ ഒരു ഹിമാലയത്തിൻ്റെ മണ്ണിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഉരുളൻകല്ല്, അതുപോലെ തന്നെ കല്ല്, ഇതൊക്കെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ പശ്ചിമഘട്ടം പോലെ വലിയ ഉറപ്പുള്ള പാറകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉരുണ്ട് വീണ് ഇടിഞ്ഞ് വീഴും കേട്ടോ. കുറച്ച് മഴ പെയ്ത് വെള്ളം അങ്ങോട്ട് കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. കഥ പറഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്ത വണ്ടി വന്നു കുറേ. മഴ പെയ്തൊന്ന് കുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കല്ലുകളൊക്കെ ഇവിടെ നിന്ന് ഉരുണ്ട് താഴോട്ടേക്ക് വീണില്ലെങ്കിൽ അതിശയമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിൽ അതുകൊണ്ട് തന്നെ എപ്പോഴും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകും. അത് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത കൊണ്ടാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു സിക്കിമിൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും മണ്ണിടിച്ചിലാണ്, അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും പോകാൻ പാടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ആ ഒരു സീസൺ ടൈമിൽ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് ഈ ഓണമൊക്കെ വരില്ലേ, അതുപോലെ വർഷാവർഷം വരുന്ന സാധനമാണ് ഇവിടുത്തെ മണ്ണിടിച്ചിലുകളും. പ്രധാനമായിട്ടും നിങ്ങൾ അങ്ങനെ മണ്ണിടിയുന്ന സമയത്ത് ഇതുപോലുള്ള വഴികളിൽ വരാണ്ടിരിക്കുക. അതായത് മഴക്കാലം ആഗസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസങ്ങൾ ഇവിടുത്തെ അത്യാവശ്യം നല്ല എക്സ്ട്രീം മഴയുള്ള ടൈമാണ്. ഒക്ടോബർ നവംബർ ഡിസംബർ മഴ അങ്ങനെ വലിയ രീതിയിൽ പെയ്യാൻ ഒരു ചാൻസും ഇല്ലാത്ത ടൈമാണ് കേട്ടോ. നവംബർ ഡിസംബർ ടൈം, ആ ഒരു ടൈമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരാം, എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും ഒരു സെപ്റ്റംബറിന് അവസാനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വാലികളിലൊക്കെ പൂ പൂക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പൂവൊക്കെ പൂക്കുന്ന കാണാനൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അത് ഈ ഒരു സെപ്റ്റംബർ അവസാനത്തോടു കൂടി വരണം. അതല്ല ഈ ഒരു മഞ്ഞൊക്കെ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിസംബർ മാസത്തിലൊക്കെ നിങ്ങൾ ലാച്ചുങ് എന്നൊക്കെ പറയുന്ന നോർത്ത് സിക്കിമിൻ്റെ ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല യുംതാങ് വാലിയൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടിയിലം പോലത്തെ സ്പോട്ടുകളാണ്. അവിടെ നിന്ന് 0 പോയിന്റിലോട്ട് പോകുന്ന ആ വഴിയിലൊക്കെ മഞ്ഞൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എന്താ പറയുക തിരക്കൊന്നും ഇല്ലാതെ, ഞാൻ മുമ്പ് പോയപ്പോൾ അങ്ങനെ ആയിരുന്നു, വലിയ തിരക്കൊന്നുമില്ല, ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മഞ്ഞൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു ഓൺ ദ വേയിലുള്ള ആ സ്പോട്ടുകളിൽ കേട്ടോ. അടുത്തൊരു ചെക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു, സ്റ്റോപ്പ് ഫോർ ചെക്കിംഗ് എന്നൊക്കെ കാണാം. പക്ഷെ ഇവിടെ ആരും കാണാനൊന്നുമില്ല. പെർമിറ്റ് കൊടുക്കണം. അവിടെ ഞാൻ മറ്റൊരു കോപ്പി കൂടി കൊടുത്തു. അതവരെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോപ്പീൻ്റെ അകത്ത് സീലും സൈനൊക്കെ ചെയ്തു തന്നു. നിങ്ങൾക്കറിയാലോ, ഒരു സൈഡിൽ ഡോക്ലാം കിടക്കുന്നു, മറ്റൊരു സൈഡിൽ ഭൂട്ടാൻ, മറ്റൊരു സൈഡിൽ നമ്മളുടെ ടിബറ്റ്. അതൊക്കെ കൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം സെക്യൂരിറ്റി ചെക്കുകളൊക്കെ നടക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഈ മല കയറുമ്പോൾ ഉണ്ടല്ലോ, ഓരോ സൈഡിലും കാണുന്നത് മുഴുവൻ ഹോം സ്റ്റേകളാണ്. വരുന്ന ആളുകൾക്ക് അങ്ങനെ എവിടെ വേണമെങ്കിലും നിൽക്കാം. പക്ഷേ ഈ 2 ദിവസത്തെ മാത്രം പെർമിറ്റ് തന്നിട്ട് ഇത്രയധികം ഹോം സ്റ്റേകൾ പണിത് എങ്ങനെ ആളുകൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കും എന്നുള്ളതൊരു സംശയമായിട്ട് ഇപ്പോഴും തുടരുന്നു കേട്ടോ. കാരണം 2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നോർമലി എനിക്ക് കുറച്ചധികം ദിവസങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന ഓരോരോ ഗ്രാമങ്ങളിലും ഓരോരോ ഗ്രാമങ്ങളിലും നിന്ന് എക്സ്പ്ലോർ ചെയ്തേ പോകത്തുള്ളൂ. പക്ഷേ എങ്കിൽ ഇതിപ്പം നമുക്കാകെ 2 ദിവസം ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഓടുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഹോം സ്റ്റേകൾക്ക് ആ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ഗസ്റ്റിനെ നഷ്ടപ്പെടുക തന്നെയല്ല ചെയ്യുക. അതെ, എല്ലാ സ്ഥലത്തും റോഡ് കട്ടിങ് നടക്കുന്നില്ല. പഴയ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് തോന്നിക്കുന്ന രീതിയിലുള്ള റോഡുകൾ ഇവിടെ നമുക്ക് കാണാം. മൂടൽമഞ്ഞ് മൂടുന്ന ആ ഒരു പൈൻമരക്കാടിനുള്ളിലൂടെയുള്ള ചെറിയ പാത. ഈ പാതയുടെ സൈഡ് ഭാഗമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് പുല്ലൊക്കെ വന്ന് നിറഞ്ഞ് ഒരിക്കലും മണ്ണിടിച്ചിലുണ്ടാകാത്ത രീതിയിൽ എന്താ പറയുക ആ ഒരു രൂപാന്തരം പ്രാപിച്ചതാണ്. പക്ഷേ എങ്കിൽ വീതി നമുക്ക് വേണമല്ലോ, കാരണം കുറേ വണ്ടികൾ വരുമ്പം ഒരു 1 ലൈൻ മാത്രമായിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ റോഡ് വീതി കൂട്ടുന്നത്. സോ നമ്മളെക്കൊണ്ട് വേറെ വഴിയൊന്നും ഇല്ല. അല്ലാതെ വേറെ എന്താ വഴിയുള്ളത് ഇവിടെ ഈ മണ്ണിടിയാതെ റോഡ് നിർമ്മിക്കാൻ? നിങ്ങളൊന്ന് പറ. റോഡ് ഇടിഞ്ഞ് കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇത് ശരിക്കും ഇവർ ഇടിയാൻ വേണ്ടിയിട്ട് സൈഡ് കുറച്ച് എടുത്തു വെച്ചേക്കുന്നത് പോലെ തന്നെയാണ്. അവിടെ പ്രത്യേകമായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളത്. അത് കല്ലുരുണ്ട് വീഴുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം കേട്ടോ. യെസ്, നമ്മൾ ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞ ആ ഒരു മേഖലയിലേക്ക് വന്ന് കയറി. ഇതൊക്കെ ഒരു ഫീലാണ് കേട്ടോ, ഈ ഒരു കോടമഞ്ഞിൽ വണ്ടി ഓടിക്കുന്നത്. നൈസ്. ഞാൻ നിങ്ങളെ പെട്ടെന്ന് വണ്ടി സൈഡാക്കിയത് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നോക്കി നിങ്ങൾ, ഇവിടെ ഒരു കാഴ്ച കാണാം. അത്ഭുതമെന്ന് പറയട്ടെ, നോക്കി നമ്മളുടെ മീനുക്കുട്ടിയുടെ ആ ഒരു ഫോഗ് ലാമ്പില്ലേ, കണ്ട ഫോഗ് ലാമ്പ് ഇന്നലെ മുതൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം അതിൻ്റെ സ്വിച്ച് ഇട്ട സമയത്ത് സ്വിച്ച് ഓൺ ആയതാണ്.
അതിനുശേഷം പിന്നെ ഞാൻ സ്വിച്ച് ഓഫാക്കാനേ നിന്നിട്ടില്ല. അതിൻ്റെ സ്വിച്ചിൻ്റെ പ്രോബ്ലമാണ്, അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതോ അങ്ങനെ എന്തോ പറ്റിയതാണ്. കുഴപ്പമില്ല, ഈ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഈ ഒരു ഫോഗ് ലാമ്പ് വേണ്ടതാണ്. നൈസ്, ഗുഡ് ജോബ് മീനുക്കുട്ടെ. വീണ്ടും നമ്മൾ ആ വലിയ രീതിയിൽ റോഡ് കട്ടിങ്ങുകൾ നടക്കുന്ന ആ റോഡിലേക്ക് തന്നെയാണ് വന്നു കയറിയിട്ടുള്ളത്. എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ ശരിക്കും ഈ ഒരു റോഡ് കട്ട് ചെയ്യുമ്പം അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ കട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ 90 ഡിഗ്രി ചെരിവിലൊക്കെ റോഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇടിഞ്ഞു പോകും. അറ്റ്ലീസ്റ്റ് ഇവർക്കിതൊരു സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്തുകൂടെ ഇല്ലേ? ഇടിച്ചിലിൻ്റെ ആ ഒരു വ്യാപ്തി കുറഞ്ഞേനെ. ഇതിപ്പോൾ നല്ല രീതിക്ക് ഇടിയുള്ളൂ. എൻ്റെ പൊന്നോ, ഇപ്പോഴുണ്ടല്ലോ ശരിക്കും നല്ല മൂടലുമായി, അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ എനിക്ക് ജാക്കറ്റ് ഇല്ല എന്നുള്ളത്. ഞാൻ ഒരു ബനിയൻ അടിയിൽ ഇട്ടിട്ടുണ്ട്, അതിന് പുറത്ത് മറ്റേ നമ്മളുടെ ആ ഒരു മിലിറ്ററി പോലത്തെ ആ ഒരു ഡ്രസ്സ് കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അത് പോരാന്ന് തോന്നുന്നു, കുറച്ചുകൂടി കട്ടിക്കൊരു സാധനം കൂടി എടുത്ത് ഇടണം എന്ന് തോന്നുന്നു കേട്ടോ. കോടമഞ്ഞ് പോരാതെ വീണ്ടും ഓഫ് റോഡും കൂടി കേട്ടോ. പക്ഷെ നമുക്കേ എത്ര മീറ്റർ, ഒരു 10 മീറ്റർ വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഇല്ലേ? 10 കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. 10 ഇല്ല, ഒരു 5 മീറ്റർ ഉണ്ടാവും. 5 മീറ്റർ വിസിബിലിറ്റി എന്തായാലും ഉണ്ട്. ഇതുപോലുള്ള ബൈക്ക് റൈഡുകളെ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മുൻപോട്ടേക്ക് വന്നോളൂ. ഇതുണ്ട്, ഇതുപോലെ ടൂറിസ്റ്റുകളൊക്കെ ഇതാ ഇങ്ങനെ വരും. പിന്നെ പോകുന്ന വഴിയിൽ ആ ഒരു ഭാഗത്തൊക്കെ നിൽക്കുന്നത് മിലിറ്ററിയുടെ ആളുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെയും ആളുകളൊക്കെ ഉണ്ട്. ദൈവമേ, റിപ്പോർട്ട് സെൻറ്റർ ഓക്കെ. എനിക്ക് സംശയം വന്ന് ഞാൻ ചോദിച്ചു, സംശയം തീർത്തു. ജുലു ശരിക്കും ഉണ്ടല്ലോ, മൂടൽമഞ്ഞാണ്, പ്രത്യേകിച്ച് വിസിബിലിറ്റി നല്ല കുറവാണെങ്കിലും ഈ ഒരു യാത്ര, ഈ ഒരു റൂട്ട് ഞാൻ വീണ്ടും എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മളുടെ പഴയ മെച്ചുക്ക യാത്രയെ, നമ്മളുടെ പഴയ തവാങ് യാത്രയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഒരു ഭീകരനാട്. അയ്യോ, ഞാൻ വിചാരിച്ച് മുട്ട് കിട്ടിയിരുന്നു. നമസ്തേ സാർ. നമ്മളെ പിന്നീട് വരുന്നത് ചെറിയൊരു മാർക്കറ്റ് പോലെ, എന്നാൽ ആളുകളൊക്കെ കൂടി താമസിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയിലാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ജുലൂക്കിൻ്റെ ജനവാസ കേന്ദ്രങ്ങൾ എന്ന് തോന്നുന്നു കേട്ടോ. നല്ല മൂടലെന്ന് പറഞ്ഞാൽ പീക്ക് മൂടലാണ്. ഈ ഒരു മൂടൽമഞ്ഞുകൾക്കിടയിലുണ്ടല്ലോ ആർമിയുടെ ക്യാമ്പൊക്കെ ഉണ്ട്, പല സെൻറ്ററുകളുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിഷ്വൽസ് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് കണ്ട്, ഈ കിടക്കുന്നതൊക്കെ മിലിറ്ററി വണ്ടികളാണ്. ഞാനൊരു മലയാളി ഓഫീസറെ കണ്ടു. കേരള വണ്ടി കാണുമ്പോൾ അവർക്കൊരു സന്തോഷം, അവർ മലയാളത്തിൽ ഇങ്ങോട്ട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം കേട്ടോ. ഇതെല്ലാം ക്യാമ്പുകളാണ് കേട്ടോ. ആ കണ്ടത് പെർമനൻറ്റ് ക്യാമ്പല്ല, അത് എന്താ പറയുക, ടെമ്പററി ആയിട്ട് സ്ഥാപിച്ചേക്കുന്നതാണ്. ഞാൻ വീണ്ടും കുറച്ചും കൂടി മൗണ്ടൻ ക്ലൈംബ് ചെയ്യാണ്. ജുലൂക്കിൻ്റെ ആ ഒരു ടൗൺ ഏരിയ വിട്ടു. ഞാൻ ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ ഹൈക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് ഇന്ന് ജുലൂക്ക് വരെ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ജുലൂക്ക് ഉണ്ടല്ലോ, കണ്ടില്ല നിങ്ങൾ, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗൺ ഏരിയ, അങ്ങനത്തെ ഒരു ടൗൺ ഏരിയ. അത് ഒരിക്കലും നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നത് ഓർത്തല്ല, പിന്നെ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ മാപ്പിൽ ചില ഹോം സ്റ്റേകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മുമ്പോട്ടേക്ക് കയറുകയാണ്. ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ ആധിക്യം കൂടുകയാണെങ്കിൽ ആ കാണുന്ന ഹോം സ്റ്റേകളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് തങ്ങാം. എന്നിട്ട് ഇവരുടെ ഈ ഒരു ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പറ്റാവുന്നത്ര ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അടുത്തുള്ള ഒരു ഹോം സ്റ്റേ കിട്ടും എന്നുള്ള ആ ഒരു അന്വേഷണത്തിനിടയിൽ കയറി ഇപ്പം 10,000 അടിക്ക് മുകളിലെത്തി കേട്ടോ നമ്മളെ. ശരിക്കും എന്തോ ഒരു ഭാഗ്യത്തിനാണ് കേട്ടോ നമ്മളുടെ ആ ഒരു സ്നോ ലൈറ്റ്, ആ ഒരു യെല്ലോ ലൈറ്റ് കത്തി നിന്നത്. അതുകൊണ്ട് എനിക്ക് കണ്ണു കാണാമെന്നല്ല, ശരിക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതെന്തായാലും വലിയൊരു ഭാഗ്യമായി. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, സ്വർഗത്തിലേക്കുള്ള പാലം. ആദ്യമേ തുടക്കത്തിൽ ഇതിൻ്റെ അറ്റം കാണാൻ പറ്റുന്നില്ലായിരുന്നു, ഇപ്പോൾ എത്തുമ്പോഴത്തേക്കും അറ്റം കണ്ടു. നൈസ്. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. ശരിക്കും ഉണ്ടല്ലോ, മുമ്പോട്ടുള്ള കാഴ്ചകൾ നല്ല രീതിക്ക് മറച്ചു തുടങ്ങി. ആ ഒരു രീതിയിലാണ് മൂടൽമഞ്ഞിൻ്റെ കട്ടി കൂടി വരുന്നത്. ഞാൻ ആൾതാമസമുള്ള സ്ഥലങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല. ആ ഒരു മാപ്പിൽ കാണിച്ച സ്ഥലങ്ങളൊന്നും റിയൽ അല്ലേ എന്ന കാര്യത്തിലൊരു സംശയമായി തുടങ്ങിയിരിക്കുന്നു. ദൈവമേ, കഴിഞ്ഞു പോയോ ഞാനത്? അതോ മൂടൽമഞ്ഞിനിടയിൽ മുങ്ങിപ്പോയതാണോ? ഹിമാലയൻ മലമടുക്കുകളിലെ കൺകെട്ടുന്ന മൂടൽമഞ്ഞിൻ്റെ ഭീകരതയെ തരണം ചെയ്യാൻ എനിക്കും മീനുകുട്ടിക്കും ഇനി ആകുമോ എന്നറിയാതെ ഞങ്ങൾ വീണ്ടും മുൻപോട്ടേക്ക്, മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന ഫോഗ് ലാമ്പിൻ്റെ
ഒരു വെളിച്ചം മാത്രമാണ് ഞങ്ങൾക്ക് മുൻപിലേക്കുള്ള ഒരു പ്രതീക്ഷയായി മുമ്പിലുള്ളത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.